എന്റെ പൊന്നു മാഷെ, മാരുതിക്കൊക്കെ എന്നാ വിലയാന്നറിയാവോ? 88 മോഡൽ ഡീലക്സിന് പുറത്ത് എന്ത് വിലയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വാ. അവര് പറയുന്നതിനകത്തുനിന്ന് 2000 രൂപ കുറച്ച് ഞാൻ തരാം. ഇത് നോക്ക്, പുതിയ മോഡലാ. ഇത് വേറെ. ഇപ്പൊ ബുക്ക് ചെയ്താ 1 മാസത്തിനകം കിട്ടും. ഹലോ ഹലോ, ആരിത്? നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എന്നാ ഞാൻ വരട്ടെ, നാളെ തന്നെ അറിയിക്കാം. ആ മാഷ് നല്ലോണം ആലോചിച്ചിട്ട് വന്നാ മതി. ശരി. കൊള്ളാം. എന്താണ് ചിരിക്കുന്നത്? അതെ അതെ, മഹാരാജാസ് കോളേജിലെ ആർട്സ് സബ് സെക്രട്ടറി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ഫസ്റ്റ് പ്രൈസ്. ആ ശ്രീനിവാസ മേനോൻ ഒരു കാർ ബ്രോക്കറായിട്ട് ഇരിക്കുന്ന കണ്ട് ചിരിച്ചു പോയതാണേ. വെക്കല്ലേ. നിനക്കൊക്കെ കാർ ബ്രോക്കർ എന്ന് പറയുമ്പോ പുച്ഛമായിരിക്കും. ഒരു വണ്ടിക്കച്ചവടം ചെയ്താൽ കയ്യിൽ എത്ര വരുന്നറിയാം എമൗണ്ട്? ആ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി നിന്നെ കാണാൻ വന്നതാ. എന്താ വണ്ടി വല്ലതും? നിനക്ക് വണ്ടിയുടെ കാര്യമില്ല, വേറെ വല്ലതും പറയാനുണ്ടോ? എനിക്കൊരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങിയാൽ കൊള്ളുന്നുണ്ട്. നീയും എന്നോടൊപ്പം ഒന്ന് സഹകരിക്കണം. ഞാൻ എന്റെ ടച്ചൊക്കെ വിട്ടിട്ട് എത്ര നാളായടാ? അതൊന്നും സാരമില്ല, 2-3 റിഹേഴ്സൽ എടുത്താൽ ശരിയായിക്കൊള്ളും. അപ്പൊ നീ കലാദർശനം നീ പോന്നാ? പോന്നു. എന്താ പ്രശ്നം? പെണ്ണു വിഷയം തന്നെ. അവന്മാര് ശരിയാവും. ചുമ്മാ കളിക്കല്ലേ, ഒക്കെ എന്നുള്ള കാര്യം പറ. എടാ, ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് മിമിക്രി കളിക്കാൻ നടന്ന ഇവിടെ എന്ത് ചെയ്യും? അതിനെന്താ, പകൽ സമയം നീ ഇവിടെ ഇരുന്നോ? പിന്നെ നിന്റെ അനിയനും ഉണ്ടല്ലോ. അതും ശരിയാവൂല. എല്ലാം ശരിയായിക്കോളും. നീ ഇങ്ങോട്ട് എഴുന്നേറ്റേ വാ. എടാ, ഇതിന്റെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായിക്കാം. സാമ്പത്തികം വല്ലതും വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും പറഞ്ഞ് ശരിയാക്കി തരാം. അതൊന്നും വേണ്ട, അതിനൊക്കെ വേറെ ആളുണ്ട്. നിനക്ക് ഫൈനാൻസ് ചെയ്യാൻ ഒരാളാ? അതാര്? പാപ്പച്ചൻ ചേട്ടൻ. പച്ചാളം പാപ്പച്ചൻ എല്ലാരും വിളിക്കുന്നത്. പേര് പോലെ തന്നെ ആള്. അപ്പൊ നിനക്ക് തരും. ചേർന്നില്ലെങ്കിൽ ചേർത്ത് വെക്കാൻ കഴിവുള്ളവനാ ഈ പച്ചാളം. കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ? സംവിധാനം പച്ചാളം പാപ്പച്ചൻ എന്നുള്ള ബോർഡ് കണ്ടാ മതി. ഉത്സവക്കാർ, പള്ളിക്കാർ, പാർട്ടിക്കാർ എന്ന് വേണ്ട ഓരോരുത്തരും പറന്നെത്തുമായിരുന്നു എന്റെ പച്ച വെളിച്ചവും തേടി. എന്താ ചേട്ടാ ഈ പച്ച വെളിച്ചം? നിശബ്ദം, കൂരിരുട്ട്, കൊടുങ്കാട്, കാട്ടാനകളുടെയും ചീവീടുകളുടെയും ശബ്ദം മാത്രം. കാട്ടിലൂടെ പ്രേമനൈരാശ്യത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു യാചകനെ പോലെ പച്ച വെളിച്ചവും തേടി പച്ചാളം പാപ്പച്ചൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശരീരം രോമാഞ്ചം കൊണ്ട് തരിച്ചു പോകും. എന്റെ പ്രണയിനി, നിന്റെ പ്രേമലേഖനവും കാത്ത് ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. പേടിച്ചു പോയോ? ചേട്ടാ മിമിക്രി കാണിച്ചതാ. ഇപ്പൊ ചേട്ടൻ കേട്ടത് ആനയുടെ ശബ്ദം. ഇനി ചേട്ടന്റെ ശബ്ദം കേൾക്കണോ? കാണിച്ചു കൊടുക്കടാ സക്രിയ. നിശബ്ദം, കൂരിരുട്ട്, കൊടുങ്കാട്, കാട്ടാനകളുടെയും ചീവീടുകളുടെയും ശബ്ദം മാത്രം. വിടുക്കൻ കൊള്ളാം. ചേട്ടൻ ഞെട്ടിയതുപോലെ പലരെയും ഞെട്ടിക്കാൻ നാടകം കൊണ്ട് പറ്റില്ല. മിമിക്രി കൊണ്ടേ പറ്റൂ. മാത്രമല്ല, ഓരോ കളിക്കും 3000 രൂപ. ദിവസം 4 കളി. 4 കളി? 3 12. അപ്പോ കൃത്യമായി 4 പറ്റത്തുള്ളോ? ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചുകൂടെ? 5 പറയുമ്പോ ശ്രമിച്ചാ കളിക്കാൻ പറ്റും. അപ്പൊ ഞാൻ സമ്മതിച്ചു. ഇനി ട്രൂപ്പിന് നല്ലൊരു പേരിടണം. എന്തിനാ ഇപ്പൊ പുതിയ പേരിടുന്നേ? പേരുണ്ടല്ലോ, പച്ചാളം തിയേറ്റേഴ്സ്. അയ്യേ, നമുക്ക് കലാദർശനമായി സാമ്യമുള്ളൊരു പേരിടണം. എന്നാലേ അവന്മാർക്ക് വരുന്ന ബുക്കിംഗ് കൂടി നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനൊരു പേര് പറയാം. യുവദർശന. കൊള്ളാം, ഉഗ്രം പേര്. സിന്ദാബാദ് സിന്ദാബാദ്, യുവദർശന സിന്ദാബാദ്. നിർത്തണ. ഇതെന്താ സംഘടന തിരഞ്ഞെടുപ്പാന്ന് വിചാരിച്ചോ? സോറി, പെട്ടെന്ന് പാർട്ടി ഓഫീസ് ആണെന്ന് തോന്നുന്നു. അത് പറ്റില്ല. ഒന്നുകിൽ മിമിക്രി അല്ലെങ്കിൽ രാഷ്ട്രീയം, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയല്ല. നമുക്ക് മിമിക്സ് മാത്രം മതി. കലാദർശന പൂട്ടിക്കുക, യുവദർശന തുറക്കുക. ഏത് പൂട്ടിയാലും ഏത് തുറന്നാലും എന്റെ പൊന്നു മക്കളെ 5 കളിയുടെ കാര്യം മറക്കരുത്. കലാദർശനയ്ക്ക് യുവദർശനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും യുവദർശന തന്നെയാണെന്നും കലാദർശന തന്നെയാണെന്നും പോളെ ഒരുമാതിരി മറ്റടുത്ത പരിപാടി അവന്മാർ കാണിച്ചിരിക്കുന്നത്. കലാദർശന എന്ന് തന്നെ തോന്നിക്കുന്ന ഒരു പേര് അവന്മാർ വിട്ടു, യുവദർശന. ആളുകളെ കൺഫ്യൂസ് ചെയ്യിച്ച് കൂടുതൽ ബുക്കിംഗ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവന്മാർ അങ്ങനെ ഒരു കൊനസ്റ്റ് ഒപ്പിച്ച് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു വാരം അങ്ങോട്ടും പണിയണം. അങ്ങനെ പേരിട്ടതുകൊണ്ടൊന്നും കൂടുതൽ ബുക്കിംഗ് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പുതിയ ഐറ്റംസ് അവതരിപ്പിക്കണം. കറക്റ്റ്. ഇപ്പൊ ഈ സിനിമാ താരങ്ങൾ അനുകരിക്കുന്നത് എല്ലാ അലവലാദികളും ചെയ്ത് ചളമാക്കുന്ന പരിപാടിയാണ്. നമുക്കതങ്ങ് നിർത്താം. അതെ, നമുക്കതിന് പകരം നാടക നടന്മാരുടെ ശബ്ദം അനുകരിക്കാം. സിനിമാ താരങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലർ ആയതുകൊണ്ടാണ് എല്ലാവരും ആ ഐറ്റം കാണിച്ച് കൈയ്യടി വാങ്ങിക്കുന്നത്. നമുക്കത് വേറൊരു സ്റ്റൈലിൽ പ്രസന്റ് ചെയ്യാം. അതെങ്ങനെ? എല്ലാവരും ഫിലിം സ്റ്റാർസിന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ നമ്മൾ അവരുടെ പാട്ട് സീനിലുള്ള അഭിനയം അനുകരിക്കുന്നു.
ഉദാഹരണത്തിന് ചുമ്മാ ചുമ്മാ ദേ ദേ, ചുമ്മാ ചുമ്മാ ദേ ദേ, ചുമ്മാ 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 ദേ ദേ, ചുമ്മാ ചുമ്മാ ദേ ദേ, ചുമ്മാ चुम्मे का दिन किया चुम्मे का वादा, चुम्मे को तोड़ दिया चुम्मे का वादा, ले आ गया रे फिर चुम्मा चुम्मा चुम्मा। മാനസമൈനി വരൂ മധുരം ഉള്ളിൽ തരൂ നിന്നരുമ പൂവാടി നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ പച്ചക്കിളി മുത്തുച്ചരം മുല്ലൈ കൊടിയാറ് പച്ചക്കിളി മുത്തുച്ചരം മുല്ലൈ കൊടിയാറ് പാവൈ എന്നും പേരിൽ വരും ദേവൻ മകനീ ചന്ദനല്ലേ സുഗന്ധം കൂടിയതാറ് കാറ്റ് കാമിനിയോ ചന്ദനല്ലേ സുഗന്ധം കൂടിയതാറ് കാറ്റ് കാമിനിയോ മൈവണ്ണത്തെത്തി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ യൗവനമോ ഋതുദേവതയോ ചന്ദനല്ലേ സുഗന്ധം കൂടിയതാറ് കാറ്റ് കാമിനിയോ തിളക്കമാ കയ്യെ തട്ടി പുതുരാഗത്തിൽ മെട്ടിക്കെട്ടു അത്യാവശ്യമായിട്ട് നമ്പർ വിളിക്കാന്ന് വെച്ചാൽ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിന് എന്റെ കയ്യിൽ കിട്ടിയ എടാ സന്ധ്യ അയ്യോ എവിടെ അതേ കാറില്ലേ പുറകിൽ വേറെ സ്ത്രീ ഉണ്ടല്ലോ അതാരായിരിക്കും ചിലപ്പോ അങ്കിളായിരിക്കും അങ്കിളായിരിക്കൂലായിരിക്കും നമ്പർ വേണ്ട നമ്പർ ആരോ ആ പോണത് നീ ചെല്ലടാ മിണ്ടായിരിക്കും എന്നാ ഞാൻ ചെല്ലാം മിണ്ടായിരിക്കാം സന്ധ്യ ഫ്രീ ആയിട്ട് അവിടെ നിൽക്കണം ആന്റി അപ്പൊ സന്ധ്യനെ വിട്ടാ അതല്ല ആന്റി കാണൂന്ന് ഒന്ന് ചെല്ലണേ ഇവിടെ വാ മിണ്ടാ അയ്യോ എന്താ വേണ്ടത് സോറി പിന്നെ ഒന്നുമില്ല ജെട്ടി വേണം എത്ര എണ്ണം വേണം അത് ഒരു 7 എണ്ണം എന്തിനാടാ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പോണ അതല്ല പിന്നെ ഒരാഴ്ചയിൽ 7 ദിവസമില്ലേ ആ. ഓരോ ദിവസവും ഓരോന്ന് അപ്പൊ എനിക്ക് 12 എണ്ണം വേണം അതെന്തിന് 12 എണ്ണം എടാ കൊല്ലത്തിൽ 12 മാസങ്ങളില്ലേ ആ. ഓരോ മാസം ഓരോന്ന് അയ്യേ എത്ര ദിവസമെന്ന് വെച്ചാ മല്ലിക ഇവിടെ നിർത്തുക? നീ പോയൊന്ന് നളിനാക്ഷനെ കാണണം. പറഞ്ഞ സമയത്ത് രൂപ കൊടുക്കാൻ പറ്റാത്തത് നമ്മുടെ തെറ്റ് തന്നെയാ. എന്ന് കരുതി കല്യാണം കഴിച്ച പെണ്ണിനെ ഇക്കാലത്ത് ആരെങ്കിലും വീട്ടിൽ കൊണ്ടാക്കുവോ? അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് അവളുടെ ജീവിതമല്ലേ മോനെ വലുത്. അവളെ വിളിച്ചുകൊണ്ട് പോകാനുള്ള ഏർപ്പാട് നീ ഉണ്ടാക്കണം. അധികം വൈകാതെ എങ്ങനെയെങ്കിലും രൂപ എത്തിക്കാമെന്ന് നീ നളിനാക്ഷനോടൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ അളിയനെ ഒന്ന് കാണാൻ വന്നതാ.
എന്താ രൂപ ശരിയായോ? അതിനെക്കുറിച്ച് സംസാരിക്കാനാ വന്നത്. എന്ത് സംസാരിക്കാൻ? രൂപ റെഡിയാകുമ്പോ അറിയിച്ചാ ഞാൻ വന്ന് മല്ലികയെ കൂട്ടിക്കൊണ്ട് പോന്നോളാം. ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള സന്മനസ് അളിയനൊന്ന് കാണിച്ചുകൂടെ? എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. മല്ലികയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകണമെന്നല്ലേ? അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അമ്മയെ അനുസരിക്കരുതെന്ന് ഞാൻ പറയില്ല, അനുസരിക്കണം. പക്ഷേ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവൂടെ ഉണ്ടായിരിക്കണം. പറഞ്ഞ പ്രകാരം രൂപ തരാൻ കഴിഞ്ഞില്ല. അന്നത്തെ സാഹചര്യം അതായിരുന്നു എന്ന് കരുതി ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ചേർന്നതാണോ? എന്തിനാ ഇത്രയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ അമ്മ പറയുന്നത്. ഓഹോ, അമ്മ പറഞ്ഞിട്ടാണല്ലേ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്? കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം തികഞ്ഞേ ഉള്ളൂ. അവളിപ്പോ 2 മാസം ഗർഭിണിയാ. അതോ അമ്മയോട് ചോദിച്ചിട്ടായിരുന്നോ? പണം കിട്ടിയിട്ട് മതിയായിരുന്നല്ലോ. അപ്പോ അമ്മ പറയാത്തതും ചെയ്യാൻ അറിയാം. എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? എന്നെ ആക്ഷേപിക്കാനാണോ ഇങ്ങോട്ട് പോകുന്നത്? ക്ഷമിക്കണം, പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്റെ പെങ്ങളുടെ കണ്ണീരും കണ്ടുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഉടനെ തരാൻ രൂപ എന്റെ അടുത്തുണ്ടാവില്ല. അളിയന്റെ അമ്മയ്ക്ക് രൂപ കിട്ടിയേ മതിയാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ആധാരം തരാം. അത് അമ്മയെ ഏൽപ്പിച്ചോളൂ. അളിയൻ വന്ന് മല്ലികയെ വിളിച്ചോണ്ട് പോരണം. വാലേക്കും സലാം. ഇന്ന് നമ്മുടെ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും ബേഷായിട്ട് ബിരിയാണി കഴിക്കണം. പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ആർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ നിയമം. പിന്നെ കാതർവായി മിനിസ്റ്ററെ കൊണ്ട് പറയിപ്പിച്ചത് കൊണ്ടാണ് സമ്മതിച്ചത്. ആ, ഓന് വിവരമുണ്ട്. ഇതൊരു കാര്യം, ഇത് ടെസ്റ്റ് ചെയ്യാതെ ആർക്കും കൊടുക്കാൻ പാടില്ല. അതിനെന്താ, ആദ്യം സാറ് തന്നെ കഴിച്ചു നോക്കൂ. സാറിന് പേടിയുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു കാണിച്ചു തരാം. നല്ല ബെസ്റ്റ് ബിരിയാണി. എല്ലാ സാറന്മാർക്കും മുള്ളികൾക്കും വിളമ്പി കൊടുക്കണ. വയറ് നിറച്ചു തിന്നട്ടെ. ഉണ്ണീനി ഹോസ്റ്റലിലേക്ക് വന്ന അന്ന് എന്നെ ഇവിടെ ഇറക്കി വിടും. അതെന്തിനാ? അമ്മ വന്നപ്പോ ഉണ്ണി എവിടേക്കാ ഓടിക്കറിയെന്നറിയോ? ഒരു മുറിയിലേക്ക്. അയ്യോ, അവരാരാന്നറിയോ? ഒരു സ്ത്രീ. അവരാ പുതിയ വനിതാ SI. അയ്യോ, ചുമ്മാതല്ല ആ സ്ത്രീ ഇത്ര ധൈര്യമായിട്ട് വാതിലും തുറന്നിട്ട് ഒറ്റയ്ക്ക് ഇന്ന് ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്പസമയം മുമ്പെങ്ങാനും ഞാൻ അവിടെ കയറി. സന്ധ്യ നേരിട്ട് കാണാൻ എന്തോ ഒരു മാർഗം. അത് വളരെ ബുദ്ധിമുട്ടാ. എസ്കോട്ടയുടെ ഒരു ആന്റി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഒരു ദിവസം ഞാൻ കണ്ടു. ആ കാഞ്ഞിരപ്പള്ളി കല്യാണം നടക്കാതിരിക്കാൻ എന്താ ഒരു വഴി? ആ കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താ അത്? ഉടനെ തന്നെ നീ സന്ധ്യയെ കല്യാണം കഴിക്കുക. അയാളെ പൂട്ടാൻ വന്നതല്ലേ? മിണ്ടരുത്. പല മണ്ടത്തരവും വിളിച്ചു കൂവിയാൽ ഇടിയുടെ പെരുന്നാളായിരിക്കും. ഇപ്പൊ തന്നെ നിന്റെ മോന്ത വല്ലാത്ത ഷേപ്പിലായിരിക്കുന്നത്. ഇനി ഷേപ്പ് മാറ്റണോ? വേണ്ട. ആ തടിയന്മാരെ ആങ്ങളമാരകത്തുണ്ടാവും. അവന്മാരങ്ങ് ഫിനാൻസ് കമ്പനിയിലല്ലേ ഇരിക്കുന്നത്. നിന്റെ കാര്യം കൊണ്ട് ഞാൻ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ? ഞങ്ങള് കലാദർശനിൽ നിന്നും വരുന്നവരാ. പിരിവിനായിരിക്കും. സാധനം തരത്തില്ല. കാലാണ് കിട്ടിയിട്ട് എന്തിനാണ് പോ? അതല്ല, പിരിവിനല്ല, മുതലാളിയോട് ഒരു പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതാ. ഇരിക്കൂ. വേണ്ട, ഞങ്ങളിവിടെ ഇരുന്നോളാം. എന്താ? ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന സാബുവിന് മുതലാളിയുടെ മോള് സന്ധ്യയുമായിട്ട് അല്പ താല്പര്യം ഉണ്ടായിരുന്ന കാര്യം അറിയാമല്ലോ. തറക്കണ്ട അച്ഛനോട് മുതലാളി ഇതേക്കുറിച്ച് പറഞ്ഞപ്പോ അച്ഛൻ അവന് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത്രയധികം പണവും പ്രതാപവും സൗന്ദര്യമുള്ള ചെറിയ അച്ഛൻ മുതലാളിയുടെ മകളെ പ്രേമിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും പറഞ്ഞ അവൻ പൊട്ടി പൊട്ടി കരയാണ്. കരച്ചിൽ നിർത്താനുള്ള ഒരു ഗുളികയും കൊടുത്തിട്ടാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് പോകുന്നത്. സന്ധ്യയുടെ കാര്യത്തിൽ അവൻ ഇപ്പോഴും അത്രക്ക് ഫീലിംഗ് ഉണ്ട്. അത് തെറ്റായി പോയി എന്നുള്ള ഫീലിംഗ്. അവന് മസ്കറ്റിലൊരു ജോലി ശരിയായിട്ടുണ്ട്. 14-ാം തീയതി അങ്ങോട്ട് പോവുക. നേരിട്ട് വന്ന് മുതലാളിയോട് കുറ്റസമ്മതം നടത്തണമെന്ന് സാബുവിന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പിന്നെ ഇനി മുതലാളി അവനെ കുറിച്ചോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. മനസ്സമാധാനത്തോടെ സാവധാനം സന്ധ്യയുടെ വിവാഹം നടത്തിയാൽ മതി. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. അതുകൊണ്ട് എനിക്കൊരു ജോലി ഒഴിവായി കിട്ടി. പിന്നെ ഞങ്ങളെ കല്യാണം വിളിക്കണം. കല്യാണ ദിവസം നമുക്ക് കലാദർശനയുടെ മ്യൂസിക് പരേഡ് നടത്താം. ഏതായാലും സന്ധ്യയുടെ കല്യാണം കലക്കണം, ഗംഭീരമാക്കണം. ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണെന്ന് സന്ധ്യയുടെ ബ്രദേഴ്സിനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മുതലാളി? ഇരിക്കണം, ചായ കുടിച്ചിട്ട്. വേണ്ട, ഇപ്പൊ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഇറങ്ങിക്കോട്ടെ. നിന്റെ നമ്പര് കളിക്കടാ. എന്താ നമ്പർ എത്രയാണെന്ന്? മുതലാളിയുടെ ടെലിഫോണിന്റെ. 44346. ഞാൻ പറഞ്ഞില്ലേ നമ്പറിന് മാറ്റമില്ലെന്ന്. നമ്മളെ പേടിച്ചിട്ടായിരിക്കും അവനെല്ലാം ഉപേക്ഷിച്ച് ഗൾഫിൽ പോകുന്നത്. ഏതായാലും ഇപ്പോഴാണ് എനിക്ക് മനസ്സിന്റെ സമാധാനമായത്.
ഒന്നുമില്ലെങ്കിൽ അവനും സന്ധ്യയും തമ്മിൽ അടുപ്പമാണെന്ന് നാട്ടുകാരറിഞ്ഞ കുറച്ചിലാർക്കാ നമുക്കാ. ഇനി ഇപ്പൊ കാഞ്ഞിരപ്പള്ളിക്കാര് പറഞ്ഞതുപോലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി കല്യാണം. സാബു ഗൾഫിൽ പോയാൽ തന്നെയും ഇവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് ആർക്കറിയാം? ഓ, അവൻ ഇവിടുന്ന് പോയാ പിന്നെ കുറെ കഴിയുമ്പോ താനെ അവൾ അതങ്ങ് മറക്കും എന്ന് കരുതി ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതല്ല. ആ തൽക്കാലം അവൻ ഗൾഫിൽ പോകുന്ന വിവരമൊന്നും അവൾ അറിയണ്ട. ആ പിന്നെ ഒരു കാര്യം, നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആകുമ്പോഴാ അവക്ക് വാശി കയറുന്നത്. അതുകൊണ്ട് ഇനി അവക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തേര്. അച്ഛൻ എന്നതായി കാണിക്കുന്നേ? എന്നതാടാ അത് മുഴുവനൊക്കെ തീർത്തോ? ഞങ്ങൾക്കൊന്നും വേണ്ടായോ? ഇന്നലെയല്ലേ ഒന്ന് കൊണ്ടുപോയത്? അത് അപ്പോഴേ തീർന്നില്ലയോ അച്ഛാ? അതിങ്ങതാ ഒന്നും ആയില്ലാവേ. ഇന്ന് ഇത്രയും മതി. വാടാ ഫിലി, ആകെ ഇനി 2 പേക്കേ ഉള്ളൂ. ഒരു മൂട് ഓടുന്നു. സക്സസ്. അങ്ങനെ സന്ധ്യ ചെറിയാൻ വീട്ടുതടങ്കലിൽ നിന്ന് പുറത്തിറങ്ങി. ഉണ്ണി പറഞ്ഞതൊക്കെ ഡാഡി അപ്പാടെ വിശ്വസിച്ചിരിക്ക. ഏതായാലും ഉണ്ണിയുടെ അഭിനയം കലക്കി. ഇച്ചാമാര് പറയുന്നതേ അവരെ പേടിച്ചിട്ട് സാബു ദുബായി പോകാൻ പോകുന്നെന്നാ. പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെച്ച് രണ്ടുപേരും കൂടി എല്ലായിടത്തൊന്നും ചുറ്റിക്കറങ്ങാന്ന് വിചാരിക്കണ്ട. ഇനി പിടിച്ചാലേ കാഞ്ഞിരപ്പള്ളിക്കാരൻ കാനഡയിലേക്ക് കൊണ്ടുപോകും. സന്ധ്യയുടെ മേലെയുണ്ട്. ആന്റി അങ്കിളും മോർണിംഗ് ഫ്ലൈറ്റിനാണല്ലോ എത്തിയത്. ഇവിടെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നില്ല. അതെ അതെ, മോർണിംഗ് ഫ്ലൈറ്റിനാണ് വന്നത്. ഇന്നലെ രാത്രി 10 മണിയായി കാണും. സന്ധ്യ എന്റെ മുറിയിലുണ്ട്. ഇവിടെ നിന്ന് സംസാരിച്ച കുഴപ്പം. സാബു മുറിയിലേക്ക് വന്നോളൂ. ഓക്കെ, താങ്ക് യു. അയ്യോ, എന്റെ കൂടെയല്ല, ഞാൻ ആദ്യം പോവാം. ആരും കാണാതെ വന്നാ മതി. റൂം നമ്പർ 4. അല്ല, ഒന്ന് തള്ളി മാറ്റടി. ആരാ? ആമിനെയാണോ? അല്ല, ഓമന. അയ്യേ, എന്തൊരു വേഷം. ഇതിന്റെ അകത്തൊന്ന് എത്തിപ്പെടാൻ മാത്രമേ അറിയാവൂ. എന്റെ ഈശ്വര, രണ്ടാൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകാൻ നോക്ക്. 5 മിനിറ്റ് സമയം തരാം. ഒരു 10 മിനിറ്റ്, അല്ല ഒരു 8, 7, 6 വേണ്ട, 5 മിനിറ്റ് തന്നെ മതി. ശരി, എന്നാ ഞാൻ പോട്ടെ. ലത ഇവിടെ നിന്നോളൂ. അയ്യടാ, അത് വേണ്ട, ഞാൻ സെക്യൂരിറ്റി ആയിട്ട് പുറത്ത് നിന്നോളാം. അല്ല പോലെ ഇതൂടെ കൊണ്ടുപോയിക്കോളൂ. എന്താ സന്ധ്യ ഇത്? ഈ കണ്ണീര് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? സാബു എല്ലാം തമാശയായിട്ട് എടുത്തിരിക്കുന്നത്. തമാശയോ? സന്ധ്യ എന്താ അങ്ങനെ പറഞ്ഞത്? സാബു കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. സാബു വിളിച്ച എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ. എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സന്ധ്യയ്ക്ക് അറിയാമല്ലോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. എല്ലാവരുടെ ആശീർവാദത്തോടു കൂടി നമ്മൾ വിവാഹിതരാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ചായിരിക്കും നമ്മുടെ കല്യാണം. അയ്യോ, ആരോ വരുന്നുണ്ട്. ഈ ഉപ്പുമാവ് അടക്കളത്തിൽ എനിക്ക് മടുത്തൂലേ. നാളെ മുതൽ ഇഡലിയും ദോശയും വേണമെന്ന് നമുക്ക് വാർഡനോട് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് മാറാം. ഇവിടെ വിസിറ്റേഴ്സിന് വരാൻ കൂടി സൗകര്യമില്ല. എക്സ്ക്യൂസ് മീ. അയ്യോ, മിമിക്രി നമ്പർ ഒന്നും വേണ്ട. വേറെ ആരും വരില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, ഈ കാൽപെരുമാറ്റം കേട്ടപ്പോ ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചൊരു മിമിക്രി നമ്പർ ഇട്ട് നോക്കിയത്. നടക്കട്ടെ നടക്കട്ടെ. കേട്ടില്ലല്ലേ? അടുത്തിരുന്നു. ലത നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ?
അയ്യോ അമ്മ, അയ്യോ അമ്മ വരുന്നു. വരാൻ പറയൂ. എന്റെ അമ്മേ, സാബുന്റെ അമ്മയല്ലേ എന്റെ അമ്മ. ആരുടെ അമ്മയെന്താണ്? ഞാനിപ്പോ ബാത്റൂമിൽ വിളിക്കാം. അയ്യോ, ഒന്ന് ബാത്റൂം ഇല്ല. അമ്മ പിന്നെ പുറത്തോട്ട് പോവാം. അങ്ങോട്ട് പോകണ്ട, അമ്മ കാണും. എന്ത് ചെയ്യും? ഞാൻ എവിടെ കെട്ടി തൂങ്ങുന്നു? അയ്യോ, ശരി, ഇവിടെ കിടക്കാം. ഇവിടെ കിടന്ന് അമ്മ കാണൂലേ? അയ്യോ, താഴത്ത് വിളിക്കാം. അയ്യോ അമ്മേ, സന്ധ്യ ഉണ്ടായിരുന്നു ഇവിടെ. എപ്പോ വന്നു? അത് ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ മോളെ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ഇന്ന് അമ്മയുടെ കാര്യം ഓർമ്മിച്ചതേ ഉള്ളൂ. ഞാൻ സന്ധ്യയോടും പറഞ്ഞു, അല്ലേ സന്ധ്യ? അതെ. എന്തൊരു ചൂടാ. കോഴിക്കോടേക്കാളെ എറണാകുളത്ത് ചൂട് കൂടുതലാ അല്ലേ മോളെ? അതെ അതെ. അമ്മയെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? ഞാൻ ഓഫീസ് ആവശ്യത്തിന് ഇവിടെ വരെ വന്നതാ. അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. നന്നായി. അമ്മ മദറിനെ കണ്ടോ? ഇല്ല മോളെ, കുറച്ച് കഴിയട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കേ. അയ്യോ, മദർ ഇപ്പൊ വെളിയിൽ പോവും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് മദർ എപ്പോഴും പറയും. വാ അമ്മേ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ചോദിച്ചു അമ്മ എപ്പോഴാ വരുന്നേന്ന്. വാ അമ്മേ. ഓ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. നീ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഇപ്പൊ വരാം. ഏതായാലും പോയല്ലേ, ഒരു പ്രാവശ്യം. ഒന്നും പറയണ്ട, പോകാൻ. എനിക്കറിയാൻ തുറക്കും.